ഫ്രണ്ട്സ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജാൻ. ഇവിടെ നല്ല മഴയാണ്. നിങ്ങൾ ഓരോരുത്തരും രാവിലെ ചൂട് ചായ കുടി കഴിഞ്ഞ് നല്ല ഇമ്പമുള്ള ഗാനങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്നറിയാം. നിങ്ങൾക്കേവർക്കും സ്വാഗതം, സുസ്വാഗതം. അപ്പോണോ ഒരു ചായ. വിരലിടാത്തത് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ശരിയാക്കാം. അതെ, ചേച്ചിമാരൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങ് ടൗണിൽ കൊറോണയായിട്ട് എല്ലാ ചായക്കടയിലും ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാ ചായ കൊടുക്കുന്നത്. ഇയാൾക്കൊരു മാറ്റവും ഇല്ല. ഞാൻ ആരോഗ്യവകുപ്പിൽ പരാതി കൊടുക്കും. കുടിച്ചോ കുടിച്ചോ. ചൂടുവെള്ളം കുറിയാ ഒഴിക്കും. പൊയ്ക്കോ അവിടുന്ന്. അവൻ്റെ ഒരു ഉപദേശം. ഓഹ്, ഞാൻ പോവാന്നേ. അവളെ കാണുന്നില്ലല്ലോ. എന്നെ നോക്കുന്നേ, വേറെ പണിയില്ലേ? അവൻ്റെ കൈ മെനക്കെടുത്തേക്കും. ഡോ കേറങ്ങോട്ട്. കണ്ടാക്കാരൻ ചാടും. സമയം പോയില്ല, മതി ഒലിപ്പിച്ച് കിടന്നത്. കേറങ്ങോട്ട്. ചുമ്മാ ആ നരന്ത് കൊച്ചിന്റെ പോയി നോക്കിയിരിക്കുക വെറുതെ. ഉമ്മാ അങ്ങനെ വായിരുന്ന് കേൾക്കാൻ വേണ്ടി. അവനെ വിളിക്കാൻ പോയി കടയിൽ പോയി സമയം പോയി. വരുവാണേ വരുവാ. എടുത്തോണ്ട് പോയി സെക്കൻഡ് അടിക്കടാ. അതുകൊണ്ട് അപ്പുറത്ത് അത് എടുക്കണ മണിക്ക് വന്ന് കയറി വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനുണ്ട്. ഒരുങ്ങിയേ സുധാരനെ കൂടെ വിളിച്ചു. ശരി ശരി അയാൾ അപ്പുറത്ത് കാണും. ഇവിടുന്ന് ആ സെക്കൻഡ് വിളിക്കാം 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 വിളിക്കാം. സുധാരണ എന്താടാ? വാ, അപ്പുറത്ത് കുറച്ച് പരിപാടി ഉണ്ട്. വാ. ഒരു ജോലി ചെയ്യാൻ സമയത്തില്ല അല്ലയോ? അത് കഴിയുമ്പോ ഇത് ഞാൻ എന്താ വേണം? കണ്ട്രാക്ക് പറഞ്ഞിട്ടില്ലേ വിളിച്ചത്? ഒന്ന് തന്നെ. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വേലത്തരം കാണിക്കരുതെന്ന്. ആ മീശ താത്തു വെച്ച് അല്ല, പിന്നെ ഒരു പുണ്ണാക്കും അറിയത്തില്ല. ഒന്ന് പോയി പണി ചെയ്യട. ഒന്ന് പോകാൻ അവൻ്റെ ഒരു പാപം. ഈ സൈഡ് കഴിഞ്ഞു. അവിടെ കഴിഞ്ഞു സാറേ. ഇവിടുന്ന് അങ്ങോട്ട് അടിക്കാൻ കൊണ്ടിരുന്നു. പിന്നെ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ആ പോളിഷ് നമുക്ക് ജനലിനും കഥകിനും പിന്നെ ചെയ്യാം സാറേ. അല്ലേ രാവിലെ ഇറങ്ങിയോ? ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്നലെ വിളിച്ചോ, വരാൻ പറ്റില്ല. രാവിലെ ഇങ്ങ് പോരുന്നു. അത് കുഴപ്പമില്ല, വാ. ഓക്കെ, വാ. എൻ്റെ പൊന്നളിയ, ഇവിടെ നിന്ന് തരാൻ സമയമില്ല. നീ ഇരിക്ക്. അത് പറയാതിരിക്കുന്ന ഭേദം. നിന്റെ വിശേഷം പറ. എന്ത് വിശേഷം? ഇങ്ങനെ പോന്നു. നമ്മുടെ ഫ്ലാറ്റിലും കൊറോണ എത്തി. അവിടുന്ന് നേരെ നെടുമ്പാശ്ശേരി. അവിടുന്ന് രാജകീയമായി 108 പന്തളത്ത് ക്വാറന്റൈൻ. ഇപ്പം അതാ വീട്ടിൽ പണി നടക്കുന്നു. പിന്നെ ലിസി മക്കൾ എന്തു പറയുന്നു? ഒന്നും പറയണ്ട. ഒന്നും സമാധാനിപ്പിക്കാൻ പെട്ട പാട്. നാളെ വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പണിയൊന്നും നടന്നില്ല. ഇപ്പം ഇതാ പെയിനിങ് നടക്കുന്നു. കുഴപ്പമില്ല, നമ്മൾ നാട്ടിലുള്ളപ്പോൾ ഇതൊക്കെ ചെയ്യിക്കാൻ പറ്റൂ. കണ്ട്രാക്കേ, ആ ഷീറ്റ് വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ടേപ്പ് അങ്ങോട്ട് കിട്ടെ. ഇല്ല, ഞാൻ വന്നിട്ട് പറയാം. അപ്പുറത്ത് ഇച്ചിരി പണിയുണ്ട്. അത് ഞാൻ സുധാകരൻ. അളിയൻ പറഞ്ഞോ? നീ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ കാണാറുണ്ടോ? ആ ബിനു, അവനെ കണ്ടായിരുന്നു. പിന്നെ അവിടെ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു. പേപ്പർ ആ പുള്ളി അടുത്തുള്ള തൊട്ടപ്പുറത്തുള്ള പെയിന്റിങ്ങിന് പണിക്ക് വരുന്നു. പുള്ളി അന്ന് അവിടെ ചക്കയിടാൻ വന്നിട്ട് ഞങ്ങളെ വരട്ടില്ലയോ അന്ന്? ആ പുള്ളി അത് ശരി, അത് വിട്, പോട്ടെ. ഞാൻ ഒരു ചായ എടുക്കാം. വെള്ളം കുടിച്ചേക്കാം. അലച്ചലച്ചൊരു പരിവായി. പറ്റിയ അവസരം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. കണ്ട്രാക്കേ, ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. കണ്ട്രാക്കിന് ഈയിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞത് ഏത് ഭാഗത്താ? ഇവിടെ. അവിടെ ഇടി കിട്ടിയ ഒരു സുഖവും കാണത്തില്ല. എന്തുകൂടെ? നമ്മുടെ അജീഷ് ഇല്ലയോ,
നമ്മുടെ അപ്പൂണ്ണന്റെ കടയിലെ ഇളയ കൊച്ചില്ലേ, അവളുമായിട്ട് ചെറിയൊരു ചുറ്റിക്കളിയുണ്ട്. രാവിലത്തെ കാപ്പൂടിയും ശകലം കൂടുതലാ. കണ്ട്രാക്ക് സൂക്ഷിച്ചാ കൊള്ള. ഇടി ഇടി ഒരു രക്ഷയില്ല. ആ കുള്ളനാണെങ്കിൽ ലോകമേനയും കൂടെ. എടാ മഹാഭാവി, അയ്യോ ഇത് തുടങ്ങിയോ സുധാരണ? എന്തുകൂടാ മറ്റേ സ്റ്റിക്കൻ എടുത്തേ. കണ്ട്രാക്ക് മൂപ്പിക്കുകയും ചെയ്യാൻ എൻ്റെ അടുത്ത്. അവൻ്റെ കയ്യിൽ കുരുവാണോ? ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണോ? എല്ലാം വരുമോ പറയണോ? സുഹൃത്തെ, ആ ഇപ്പൊ അവിടെ നാളെന്ത്? ആര്? സുധാരണോ? ആ, സുധാകരൻ. അപ്പുറത്തോട്ട് പോയി. ഓക്കെ, ഇപ്പൊ വരും, ഇപ്പൊ വരും. പണി നടക്കട്ടെ. ഇയാള് പോളിഷ് അല്ലയോ? ചായ കുടി. ആ, ഓക്കേടാ പോയി. പിന്നെ എനിക്ക് പോയിട്ട് അർജന്റ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങുമോ? എന്താ പെട്ടെന്ന്? കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ എനിക്ക് ഇത്തിരി ടച്ചിങ് വർക്കുണ്ട്. നിന്റെ ഒരു കൈക്കാരൻ ഞാനോട് കൊണ്ടു. ആര്? നമ്മുടെ മറ്റേ പുള്ളി. എന്താണ് കാര്യം? ആവശ്യമുണ്ടെന്ന്. ഓക്കെ ഓ ശരി. ഓക്കെ. അവനെ അറിയത്തില്ല എൻ്റെ സ്വഭാവം. എന്തുവാടി ഒരു കറക്കം? സ്റ്റിക്ക് എടുക്കാം, സ്റ്റിക്ക്. ആ പോയി എടുക്ക്. ഓ ഇനി ഇയാളെയും ബോധിപ്പിക്കണമല്ലോ. സ്റ്റിക്ക് ഞാനിപ്പോൾ എടുക്കാം ഇതിപ്പോൾ ഞാൻ എടുക്കാം. ഓ, ദൈവമേ. എടാ, നിങ്ങളുടെ കണ്ട്രാക്ക് ആളെങ്ങനെയാ? ഒരു കാര്യമില്ല, ലോകം പേടിച്ചോടിയാ. ശരി, ശരി. പരിചയമുണ്ടല്ലോ. ഓ ദൈവമേ. ഓ അവനായിരുന്നു വരുന്നത് ഇത്ര നേരം ഇവിടെ. അല്ല, എനിക്കൊരു ആവശ്യം പുള്ളിയോട് ചോദിക്കാൻ. എന്തുവാടേ മൈൻഡറിനല്ല ചോദിക്കാൻ പറ്റും. കുഴപ്പമില്ല. ഒന്നുമില്ല ഞാനല്ല. ഒന്നുമില്ല. സുധാകരൻ ഇത് പോയതൊന്നും അല്ലേ? അല്ല നല്ലതാ. കണ്ട്രാക്കേട്ടാ, ഒരു ഉപകാരം ചെയ്യൂ. എനിക്കിത് ടച്ചിങ് വർക്ക് ഉണ്ട്. ഒരു സ്റ്റാഫിൽ ഒരു 1/2 മണിക്കൂർ നമുക്ക് തരൂ. ഇവിടെ അടുത്ത വീട്, എബിക്കറിയാം. അയ്യോ ആനന്ദാ, കഴിഞ്ഞ ഉടനെ വിട്ടേക്കാന്നേ. കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഓ ശരി, താങ്ക്സ്. സുധാകരനോ? ഓ പേടിക്കണ്ട. എന്നെ മനസ്സിലായോ? ആ മനസ്സിലായി. അപ്പം ഞാനേ കണ്ട്രാക്കിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വഴിക്ക് വരെ പോ. ഇല്ല ഞാൻ വരുന്നില്ല. വന്നില്ലെങ്കിൽ ഇവിടെ എല്ലാവരോടും ഞാൻ പറയും. പറയല്ലേ. എന്നാ വാ, ഞാൻ വാ, വരാം. എഴുന്നേക്ക് വാ. വരാം. വാ സുധാകരൻ. നീ ഇറങ്ങണോ? ഞാൻ ഇറങ്ങോളാവേ. ഓക്കെ. ഓക്കെ, ഞാൻ വിളിക്കടാ. ശരി. ബൈ. ഓക്കെ, സീ യു. ഹലോ, പറഞ്ഞോ. ആ ശരി. ദാടിയില്ല, ഞാൻ ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോയായിരുന്നു. നിർത്തി. അവിടെ ഇവിടെ ഇരിക്കണം. വേലൊന്നും കാണിക്കരുത്. ഞാൻ വിളിച്ചിട്ട് വരാം. ഓക്കെ. എടാ ലാലുണ്ണ, ഇവിടെ ശ്രദ്ധിക്കേ. അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ. സുനിലിനെ എന്ന് കണ്ടില്ലല്ലോടാ. എവിടെ പോയടാ? സുല്യാണൻ രാവിലെ 12 വരെ പോകുന്നു പറഞ്ഞായിരുന്നു. കൂട്ടുകാരെ ഞാൻ കളിക്കട്ടെ. വെച്ചിട്ട് പോടും. ലാലുവേ, ഞാൻ ഒരാളുണ്ട്. അവനെ കണ്ടു പരിപാടി എന്തുവാണോ? ഓക്കെ, ഞങ്ങളൊരു 10 മിനിറ്റ് അകത്ത് എത്തണം. ഓക്കെ വെച്ചോ. എന്നാ വിടാം. ശരി. പെട്ടെന്നില്ലും, ഇവിടെ അടുത്താ. ധൈര്യമായിട്ടിരി. സുധാരണ നമ്മളെ എത്തി. സുഹിതേ, വാ. ഇതിനകത്ത് ഒരാളുണ്ട്. അലമുണ്ടാക്കരുത്. വാ നമുക്ക് വാ. ആ വന്നല്ലോ വനമ. സുഹിത്തെ, ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ചക്ക അടിച്ചോണ്ട് പോയി. ഇറങ്ങി പോടാ ഇങ്ങോട്ട്. ചക്ക വറുത്ത് അലമുണ്ടാക്കരുത് ഞാൻ പറഞ്ഞു. ആണ് എന്താണ് പറയുന്നത്? സുധാകരൻ കൊണ്ട് ഞാൻ പറഞ്ഞു നിൽക്ക്. നിൽക്ക്. ശരി, ഞാൻ പറയട്ടെ.
അപ്പുവേ ആ എവിടെ പോവാ എന്തോടെ അന്ന് ചക്കയിടാൻ വന്ന സുധാരണല്ലേ സാറേ ആ അവരെ സുലും പാർട്ടിനോട് പിടിച്ചോണ്ട് വന്ന് ആകെ സീനാ അങ്ങോട്ട് പോവാ. ഓ അവന്മാര് പിന്നെ അലമ്പട്ടാക്കുവന്നല്ലോ. എന്ത് ചെയ്യാൻ അവന്മാരുടെ ഒരു കാര്യം. അപ്പോൾ ഞാൻ ഇപ്പോ വരാം കേട്ടോ. കഥവും ചാരിയാരെ. അന്ന് ഞാൻ ഒരു നമ്പർ ഇട്ടതാ. നിങ്ങൾ പേടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ധൈര്യം നിങ്ങൾ അന്ന് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ പെട്ടാനെ. അന്ന് ഞാൻ പേടിച്ചായിരുന്നു. പിന്നെ ഇല്ലയോ എന്തോ ഇരിപ്പാണ്. ഞാൻ അന്ന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? എവിടെ ചക്ക ഇടാൻ പോയാലും ആരും ഒരു തുള്ളി ചക്ക എനിക്ക് തരില്ല. ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് ചോദിച്ചല്ലേ, തന്നില്ലല്ലോ. എനിക്കിതേ ഉള്ള മാർഗം. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം ഓർത്തപ്പോൾ ചെയ്തു പോയി. അത് ചെയ്തതാ. മാഷ് തോന്നുന്നു ഇങ്ങാരെ അയാളെ കൊണ്ടുവിട്ടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങള്. ഞാനിന്ന് പന്തളത്ത് എൻ്റെ സുഹൃത്തും കാണാൻ പോയി. അവിടെ വെച്ച് പ്രതീക്ഷിക്കുക സുധാരനെ കണ്ടത്. ഉപദ്രവിക്കാനല്ല, ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരുടെ കണ്ടു കേട്ട് പോവുക, അത്ര ഉദ്ദേശിച്ചോളൂ. അല്ല സുധാര സുല്ലേ, അവിടെ കണ്ടത് അവിടെ തീർക്കണമായിരുന്നു. അല്ലാതെ അയാളെ വിളിച്ചോണ്ട് വന്ന് യവന്മാരുടെ മുമ്പിലിട്ട് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കുന്നത് ശരിയല്ല. അത് മോശമായി പോയി. അല്ല പക്ഷേ ഇതൊന്നും ഒരു മിടുക്കല്ല. അയാളെ തിരിച്ചോണ്ട് വിട്ടെ. ശരി. വേണ്ട സാറേ, വേണ്ട. അവരെന്നെ എന്താ ചെയ്യട്ടെ? വേണ്ട സുധാര വേണ്ട. നിക്ക് പറഞ്ഞേക്ക. സുധാരണ ഇവിടെ ആരും തന്നെ ഉപദ്രവിക്കത്തില്ല. വീട് മാഷേ, വീട്. ഇവിടെ സുധാര, ഇയാളുടെ ഫോൺ നമ്പർ ഞാൻ തന്നേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ. പറ സാറേ, എനിക്ക് ഫോണില്ല. ഫോണില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പഠിത്തം പോലും മുടങ്ങിയ അവസ്ഥയിലാണ്. അയലത്തെ വീട്ടിൽ പോയി TV കണ്ട പഠിത്തം സ്ഥിരമായപ്പം അവർക്കും അത് ബുദ്ധിമുട്ടായി. അതും മുടങ്ങി. പിന്നെ എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ അറിയിച്ചാൽ മതി. ഞാൻ വന്നോളാം. സുധാര, നീ പാവാന്ന് ഞങ്ങൾക്കറിയാം. നീ വന്നേ പറയട്ടെ. സാറേ, ഞാൻ പെയിൻറ്റിങ് പണിക്ക് പോയി. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് തയ്യലറിയാം. അവൾ മാസ്ക് തയ്ച്ചും അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് സാറേ ജീവിക്കുന്നത്. ഇപ്പോൾ പഴയ പരിപാടികളൊന്നുമില്ല സാറേ, എല്ലാം നിർത്തി. എടാ, നിങ്ങൾക്കാർക്കും വേറെ പണിയൊന്നുമില്ല. എല്ലാരും പോയെ. അപ്പോ ശരി മാഷ്. ഞങ്ങളും വരട്ടെ. ഞങ്ങളും വരട്ടെ എന്ന് വരണടാ. വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് നോണ്ടേ. പക്ഷേ അയാളെ പറഞ്ഞു കേട്ടല്ലോ. ഈ കൊറോണ കാലത്ത് അയാളുടെ കുടുംബത്തിന് ഒരു ദിവസത്തെ ചിലവിന് എടുക്കാനുള്ളത് നമുക്ക് നോക്കണം. പിന്നെ അവിടുത്തെ മെമ്പർ എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അയാളോട് വിവരങ്ങളൊക്കെ പറഞ്ഞേക്കാം. എന്നാ കഴിയുന്നത് ഞാനും ചെയ്യാം. എന്നെ വിളിച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങോട്ട് പോവാം. ഓക്കെ ഓക്കെ. അണ്ണാ ചേന്നമ്പള്ളി അണ്ണാ ചോദിക്കണം. പിന്നെ അശോകൻ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. എല്ലാവരും മാസ്ക് ധരിച്ചോണം. അശോകനെ വിളിച്ചേ. ഓക്കെ പക്ഷേ. ഹലോ, ആ സുല്ലേ. ഞങ്ങൾ ചേന്നമ്പള്ളി അപ്പം കിടക്കുന്നത്. ഇവിടെ ചേന്നമ്പള്ളി അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പം പറയാം, രാജശില്പി ഇൻറ്റീരിയേഴ്സ് ചേന്നമ്പള്ളി. ജിപ്സം ബോർഡ്. ജിപ്സം ബോർഡിൻ്റെ അത് തന്നെ. നമ്മുടെ രാജശില്പി നമ്മുടെ പരിചയക്കാരനാ പയ്യൻ. അവിടെ നിൽക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ എത്തിയേക്കാം. ഓക്കെ ശരി. ശരി ഓക്കെ. മെമ്പർ പോരും. ഓ ശരി. വെടിച്ചേട്ടാ. അശോക. അപ്പോൾ സുല്ലേ, എങ്ങനാ കാര്യങ്ങളെല്ലാം റെഡിയാണല്ലോ? ഇനിയിപ്പോൾ അറേഞ്ച് ചെയ്യാനൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ കൂടെ പോരും. ആയിക്കോട്ടെ. വണ്ടി എടുത്തു. Stone, paper, scissors. Stone, paper, scissors. അപ്പോണ സുധാര നമ്മളെ പൂശുവെല്ലാം ചെയ്യണം. നമ്മളെ തല വെച്ച് കൊടുക്കുവോ സുധാകരൻ? എന്തായാലും ഞാൻ കൊടുക്കും. സുധാര. മക്കളെ, എന്തി അച്ഛനെന്തിയേ? അച്ഛപ്പുറത്തുണ്ട്. ഒന്ന് വിളിച്ചേ. മെമ്പർ വിളിക്കുന്നെന്ന് പറ കേട്ടോ. വടി അച്ഛനെ വിളിക്കാം. കേട്ടോ. എന്നാലും എന്തിനായിരിക്കും അവര് വന്നത്? ആർക്കറിയാം? അച്ഛനോട് ചോദിച്ചു നോക്കാം. മൊത്തം കാട് കയറി വെറുതെ ഇരുന്നല്ലോ, ഒന്ന് പറിച്ചു കളയത്തില്ല.
എല്ലാത്തിനും എൻ്റെ കൈ കൂടി ഇങ്ങനെ ഒക്കത്തുള്ളൂ. ഇത് ചെയ്യാനാണോ? ഉഫ്. അച്ഛാ അച്ഛാ ഓ മെമ്പർ മാമ വന്ന് വിളിക്കുന്നു. ആണോ? അതിന് എന്തിനാണോ? വാ. നിക്കടി, അച്ഛനോട് ചോദിക്കാം. അച്ഛാ അവരെന്തിനാ അച്ഛാ വന്നേ? അച്ഛൻ വീണ്ടും കുടി തുടങ്ങിയില്ലേ? ഞങ്ങൾ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇല്ല മക്കളെ, അച്ഛൻ കുടിച്ചിട്ടുമില്ല, ഒരു ബഹളം ഉണ്ടാക്കിയിട്ടില്ല. മക്കളാണോ ഉള്ളതാണേ? ശരി. ഈശ്വരാ, ലവന്മാരെല്ലാം ഉണ്ടല്ലോ. എന്താണോ കാര്യം? ഇതുപോലെ കാര്യങ്ങൾ അകത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, ഞങ്ങൾ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്തായിരുന്നു? ഇന്ന് പണിക്ക് പോയില്ലായിരുന്നോ? ഇന്ന് പണിയില്ലായിരുന്നു. ആ ശരി. പിന്നെ ഞങ്ങൾ എന്തിനാ വന്നതെന്നറിയാമോ? ഇല്ല. ആ പറയാം. നിന്റെ കുടുംബത്തിനെ ഒന്ന് വിളി. അവളിവിടെ ഇല്ല, കട വരെ പോയതാ. സാരമില്ല, മക്കളെ വിളി. ഓ ശരി. മക്കളെ എവിടെ പോയി വിടുന്നവര്? വാ വാ, അതോട്ടിരിക്കാം. വാ. ആ, ഇവരെയൊക്കെ മനസ്സിലായല്ലോ. മനസ്സിലായി മനസ്സിലായി. ഒരു ചക്ക ഇടാൻ പോയ നിമിത്തം കാര്യങ്ങൾ ഇവിടം വരെ എത്തി. നിന്നെയും കുടുംബത്തിനെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത്. അയ്യോ, എന്തിനാ? ആ അപ്പൊ സുല്ലേ, നമ്മുടെ ആ സാധനങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ പിള്ളേർ വരുന്നുണ്ട്. ശരി, മെമ്പറെ ഇത് കൊടുക്കുമല്ലേ? ഓ ഇങ്ങോട്ട് വിടടാ. സുഹിത മെമ്പറെ പിടിച്ചോട്ടെ. സുധർണ വന്നേ, ഇത് സന്തോഷമുണ്ടോ? മേടിച്ചോട്ടെ. ആ മേടിച്ചോട്ടെ. ഓക്കെ, സന്തോഷമായല്ലോ. അങ്ങോട്ട് വെച്ചോട്ടെ, അങ്ങോട്ട് വെച്ചോട്ടെ. ആ പിടിച്ചു സൂക്ഷിച്ചു. മൊബൈൽ മെമ്പറെ മൊബൈല് ഇതങ്ങോട്ട് വെച്ചോട്ടെ. ഇതാണ് കൊടുത്തു 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 കൊടുത്തു. ആ മെമ്പറെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എന്താ പറയുക, കാര്യങ്ങളെല്ലാം പോലെ ഒരു നിമിഷം ഒന്ന് നിൽക്കണേ. പോരാ പോരാ, എന്തെടുക്കാൻ പോയത്? മെമ്പറെ, എന്റെ ഭാര്യ തയ്ച്ച മാസ്കാ. ഇതേ ഇപ്പം എനിക്ക് തരാനുള്ളൂ. കൊള്ളാലോ. ഈ കൊറോണ കാലത്ത് ഇത് തന്നെ ഏറ്റവും നന്ദി നന്ദി നന്ദി. ഇത് കൊള്ളാം കൊള്ളാം കൊള്ളാം. നന്ദി നന്ദി മെമ്പറെ. മാഷ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ? ആ നിക്ക് 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 ഒരു സെക്കൻഡ്, നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പിരിയും. ഓക്കെ, അത്രേ ഉള്ളൂ. വാ സുഹൃത്തേ, ഓക്കെ.